وأشهد أن محمدًا عبده ورسوله صاحب اللواء والكوثر. اللهم صل على عبدك ورسولك محمد وعلى آله وأصحابه الذين أذهب عنهم الرجس وطهر وسلم تسليما كثيرا. الله أكبر ملء الأرض والسماء، الله أكبر تسمو بالدعاء. هذا هو العيد والآفاق ضاحكة والأرض قد لبست أثواب ثراء. جاء السرور فحيوا مقدم العيد واستقبلوه بإخلاص وتوحيد. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، والله أكبر، الله أكبر ولله الحمد. أعوذ بالله من الشيطان الرجيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയ രണ്ട് ആഘോഷങ്ങൾ, ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാളും ഈദുൽ അദ്ഹ വലിയ പെരുന്നാളും. അതിൽ ഈദുൽ അദ്ഹ പെരുന്നാളിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ ഒരു ആഘോഷത്തിൻ്റെ ദിവസവും ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. വിശ്വാസികൾ അവരുടെ വീട് വിട്ട് ഇറങ്ങുകയാണ് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്. നമ്മളൊക്കെ ഈ ഒരു സന്തോഷവേളയിലും അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടത്തിയ പ്രസംഗം, അതിൻ്റെ ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ബൈനക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ. ഒരു മനുഷ്യൻ്റെയും രക്തം ചീന്താൻ ഇസ്ലാം കൽപ്പിക്കുന്ന, അന്യായമായി രക്തം ചീന്താൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അവൻ്റെ സമ്പത്ത് അന്യായമായി തട്ടിയെടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അറഫ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട്, അന്ത്യനാൾ വരെയുള്ള ജനങ്ങളോട് കൽപ്പിച്ച കാര്യമാണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം. ഒരു മനുഷ്യനെയും അവൻ്റെ സമ്പത്തോ അവൻ്റെ ദീനിൻ്റെ പേരിലോ അതല്ലെങ്കിൽ അവൻ്റെ രക്തമോ ചീന്താൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണ്. എന്തിനേറെ, നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭാഗത്തും ഇതിൻ്റെ പേരിൽ ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്, അവരെ വീട് പൊളിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങനത്തെ പ്രയാസങ്ങളില്ല, അൽഹംദുലില്ലാഹ്. ഈ ഒരു സന്തോഷത്തിൻ്റെ വേളയിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്മാരുടെ ഇടയിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. ഈ ഒരു വേളയിൽ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഏതൊരു വാർത്ത അവന് ലഭിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. ഒരു തെമ്മാടി ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്ക് വരികയാണെങ്കിൽ ബിനബഇൻ ഫതബയ്യനൂ, അത് നിങ്ങൾ ഉറപ്പിച്ചിട്ട് വേണം മറ്റുള്ളവരോട് പറയാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹുജറാത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പെരുന്നാൾ ദിവസം നമ്മൾ ചെല്ലുന്ന തക്ബീറുകൾ, അതിനനുസരിച്ച് ആയിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാവേണ്ടത്. നമ്മൾ ചെല്ലുന്നുണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വലിയവൻ, അല്ലാഹു ആണ് വലിയവൻ, അല്ലാഹു ആണ് വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരു ആരാധ്യനുമില്ല, അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യന് ഒരാളുമില്ല, അല്ലാഹു അക്ബർ. വീണ്ടും പറയുകയാണ്, അല്ലാഹു ആണ് വലിയവൻ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലായിരിക്കണം ഓരോ വിശ്വാസിയുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാം, ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ജീവിതത്തിൽ ഏതൊരു സന്ദർഭത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുംതഹിനയിലെ 4-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന ആമനൂ മഅഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്.
നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശ്വാസത്തിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട, വിശ്വാസത്തിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു വിശ്വാസിക്ക് പാടില്ല. നമ്മൾ പലപ്പോഴും പല വിഷയത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ ദീനിന്റെ വിഷയം വരുന്ന സമയത്ത് അവിടെ ഒരു കോംപ്രമൈസ് വിശ്വാസിക്ക് ചേർന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് പോലും പറയുന്നത് സൂറത്ത് അൻആമിലെ 74-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് ചോദിക്കാൻ, അതത്തഖിദു അസ്നാമൻ ആലിഹ, ഉപ്പാനെ വിളിച്ചു ചോദിക്കാൻ, നിങ്ങൾ വിഗ്രഹങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിക്കുകയാണോ? ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ, താങ്കളെയും താങ്കളുടെ ജനതയും വഴികേടിലായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ളത്. നമ്മൾ നോക്കി, വിശ്വാസത്തിന്റെ പേരിൽ ഒരു വിശ്വാസിക്ക് കോംപ്രമൈസ് പാടില്ല. സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങിയ സന്ദർഭം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയുന്നുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ കുറച്ചു കാലം നമ്മുടെ ആരാധ്യന്മാരെ ആരാധിക്കണം, കുറച്ചു കാലം ഞങ്ങൾ നിന്റെ ആരാധ്യന്മാരെ ആരാധിക്കാമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല. ആ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതവും എനിക്കെന്റെ മതവും. ഒരു വിശ്വാസിക്ക് ഒരിക്കൽ പോലും അവന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു പാഠമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായ തവക്കുൽ. ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യാൻ കഴിയണം. പലപ്പോഴും പല പ്രതിസന്ധികളും വരുമ്പോൾ ജാറങ്ങളിലേക്കും ഖബറുകളിലേക്കും ദർഗകളിലേക്കും പോകുന്ന ആളുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചുട്ടുപൊള്ളുന്ന ആ തീയിലെറിയുന്ന സമയത്ത് പോലും പറഞ്ഞത്, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ആ അല്ലാഹു എത്ര നല്ല വരമേൽപ്പിക്കാൻ പറ്റിയവനാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്നവനായ അല്ലാഹു നിങ്ങൾ തവക്കുൽ ചെയ്യുക. മറ്റുള്ള ആളുകൾ തവക്കുൽ ചെയ്യുന്ന സമയത്ത് അവർ മരണപ്പെട്ടു പോയവരാണ്, അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്, നാളെ മരണപ്പെടേണ്ടവരാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതുന്നുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യുർസഖു അത്തയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്യുകയാണ് എങ്കിൽ പക്ഷിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകുന്നത് പോലെ, റിസ്ക് നൽകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നൽകുമെന്നാണ്. എങ്ങനെയാണ് പക്ഷി രാവിലെ പോകുന്നത്? കാലി വയറുമായിട്ടാണ് പോകുന്നത്. അതിനറിയില്ല അതിന്റെ ഭക്ഷണം, അതിന്റെ റിസ്ക് എവിടെയാണെന്ന്. പക്ഷേ തിരിച്ചതിന്റെ കൂട്ടിലേക്ക് വരുന്നത് നിറഞ്ഞ വയറുമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ, ഒരു വിശ്വാസി അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷിക്ക് റിസ്ക് നൽകുന്നത് പോലെ ഓരോ മനുഷ്യനും നൽകുമെന്നാണ്. അതുകൊണ്ട് ഏതൊരു പ്രയാസം വരുന്ന സമയത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകൻ ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന പ്രാർത്ഥന, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതേപോലെ തന്നെയാണ് ദീനിന്റെ വിഷയത്തിൽ ക്ഷമ കാണിക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലെറിഞ്ഞ സമയത്ത് ഖാലു ഹർരിഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിപ്പെടാത്തൊരു വാക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസം വരുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, റഹിമല്ലാഹു മൂസ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മൂസാ നബി അലൈഹിസ്സലാമക്ക് കാരുണ്യം നൽകട്ടെ. ഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബർ, എനിക്ക് നേരിട്ട പ്രയാസങ്ങളെക്കാൾ കൂടുതൽ പ്രയാസം മൂസാ നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിട്ടുണ്ട്. ഫസബർ, എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം അവിടെ ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിന്റെ വിഷയത്തിൽ ദീന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും പല ഭാഗത്തു നിന്നും. അവിടെയൊക്കെ നിങ്ങൾ അവിടെ ക്ഷമിക്കുകയും
അള്ളാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിലൂടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ ഒന്ന് ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അബ്ദിൻ തറക ശൈഅൻ ലില്ലാഹ് ഇല്ലാ അബ്ദലഹു അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ അള്ളാഹുവിനോർത്തുകൊണ്ട് നമ്മൾ അത് നിന്ന് പിന്മാറിയാൽ ഇല്ല അബ്ദലഹു അല്ലാഹു ബിഹി മാ ഹുവ ഖൈറൻ മിൻഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത സ്ഥലത്തൂടെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഖൈറായത് നൽകുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഉപ്പ, അതേപോലെ ഗോത്രം ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൽ നിന്നൊക്കെ വിട്ടുനിന്നു. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അള്ളാഹുവിനെ പുറമെ എന്തിനൊക്കെയാണ് വിളിച്ചത് അതിൽ നിന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിട്ടുനിന്നു. എന്താണ് ലഭിച്ചത്? വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ്, ഇസ്ഹാഖിനെയും മകൻ ഇസ്ഹാഖിനെയും വയഅഖൂബ് പേരമകൻ യഅഖൂബിനെയും നൽകി. വകുല്ലൻ ജഅൽനാ നബിയ്യ, രണ്ടുപേരും അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരാക്കി എന്നുള്ളത്. അതൊക്കെ അള്ളാഹുവിന് വേണ്ടി വിട്ടുനിന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഖൈറായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നൽകി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്, നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. സ്വന്തം പിതാവിനോട് പറയുന്നുണ്ട്, യാ അബതി ലാ തഅ്ബുദി ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ. ഉപ്പയെ വിളിച്ചുകൊണ്ട് പറയാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ, തീർച്ചയായും പിശാച് എന്ന് പറയുന്നത് പരമകാരുണ്യകനെ ധിക്കരിക്കുന്നവനാണ് എന്ന്, അനുസരണമില്ലാത്തവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വിഷയം അവിടെ പറഞ്ഞപ്പോൾ, തൗഹീദ് അവിടെ സ്ഥാപിച്ചപ്പോൾ, പിന്നീട് മകനോട് ഒരു വിഷയം പറയുന്ന സമയത്ത് ഉപ്പയോട് ദഅവത്ത് നടത്തിയത് മകനറിയാം. ആ മകൻ പറയുന്നത് എന്താണ്? മകൻ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പറയും, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. മകൻ പറയാണ്, ഉപ്പ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് പ്രകാരം നിങ്ങൾ ചെയ്യുക, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ സാധിക്കുമെന്ന് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉപ്പയോട് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണോ ദീനി വിജ്ഞാനം നൽകുന്നത്, മതവിജ്ഞാനം നൽകുക, അതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമായിട്ട് മരിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിയണം. അതിന് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരക്ക് പിടിച്ച സമയത്തും കുടുംബത്തെ മറന്നിട്ടില്ല, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ പ്രാർത്ഥന കാണാം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നത്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. കുടുംബത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറന്നിട്ടില്ല. ആ കുടുംബം മരുഭൂമിയിൽ കുടുംബത്തെ ആക്കിക്കൊണ്ട് റബ്ബിന്റെ വിളിക്കുത്തരമേകി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുന്ന സമയത്ത് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, ആ അല്ലാഹു അമറക ബിഹാദ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു കൽപ്പിച്ചതാണോ ഇത്? അതേ എന്ന് പറഞ്ഞപ്പോൾ ഹാജറ ബീവി പറയുന്നുണ്ട്, ഇദൻ ലാ യുദയ്യിഉന അല്ലാഹ്, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒഴിവാക്കുകയില്ല എന്നുള്ളത്. കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുത്താൻ ദീന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അവർ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരമേകിയാണ് നൽകുന്നത്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരിക്കലും വിട്ടുകളയുകയില്ല എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ പറഞ്ഞതും അത് തന്നെയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. റബ്ബിന്റെ വിളിക്കാണ് ഉപ്പ ഉത്തരം നൽകുന്നത് എന്ന് മകൻ അറിയാം. ഒരിക്കലും റബ്ബ് എന്നെ വിട്ടുകളയുകയില്ല എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അറിയാം. അതാണ് പറയുന്നത്, ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. സൂറത്തു തഹ്രീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളുടെയും
നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, അല്ലിമു അൻഫുസകും വഅഹ്ലീകുമുൽ ഖൈർ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പഠിപ്പിക്കുക, നന്മ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും നമ്മൾ നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ദീനി വിഷയത്തിൽ അവർക്ക് നാം എന്ത് നൽകി എന്ന് നമ്മൾ പരിശോധിക്കുക. എന്തിനേറെ ഈ പെരുന്നാൾ ദിവസം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം പോലും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന വസ്ത്രമാണോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇന്ന് പല മുസ്ലിം കുട്ടികളും, പെൺകുട്ടികൾ പ്രത്യേകിച്ച്, ആണാണോ പെണ്ണാണോ എന്ന് തിരിയാത്ത രൂപത്തിലാണ് വസ്ത്രം ധരിച്ച് നടക്കുന്നത്. ഇത് വാങ്ങിച്ചു കൊടുക്കും ഉപ്പമാർ, കുടുംബനാഥന്മാർ ആലോചിക്കേണ്ടത് ഇത് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന വസ്ത്രമാണോ, അവർക്ക് ഇതിലൂടെ നന്മയാണോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ثم لتسألن يومئذ عن النعيم, അവന് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ഒരു ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി, നിങ്ങളെ കീഴിലുള്ളവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നതാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ളതാണ്, ദീനിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതെന്നെന്നും ബാക്കിയാകുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പ്രകാരം കഅബ നിർമ്മിച്ചു. ഇന്നും അവിടെ തവാഫ് ചെയ്യുന്നുണ്ട്, സഅയ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പ്രതിഫലം ആർക്ക് ലഭിക്കുന്നുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ലഭിക്കുന്നുണ്ട്. ദീനിന് വേണ്ടി ചെയ്ത സേവനങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് ചെയ്തത് ഈ ദീനിന് വേണ്ടി? കിട്ടിയ ഒരു ആയത്ത്, ഒരു ഹദീസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്താണോ ഈ ദീനിന് നൽകുന്നത് അതേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സമ്പത്തോ മറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടയാളങ്ങൾ ഇവിടെ ഉണ്ടാകണം, സാലിഹായ സന്താനങ്ങൾ ഉണ്ടാവണം. നമ്മൾ നിർമ്മിച്ചൊരു പള്ളി ഇവിടെ ഉണ്ടാകണം. അതേപോലെ തന്നെ പള്ളികൾക്ക് നൽകുന്ന സംഭാവനകൾ എന്നെന്നും ബാക്കി നിൽക്കുന്നതാണ്. പള്ളിയിലേക്ക് ഒരു മുസ്ഹഫ് വെക്കുമ്പോൾ എത്ര കാലം ഒരു മനുഷ്യൻ അവിടെ വന്നിട്ട് ഖുർആൻ ഓതുന്നോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. പള്ളിക്ക് നൽകുന്ന ഒരു കാർപ്പറ്റ് അല്ലെങ്കിൽ ഒരു മുസല്ല, എത്ര ആളുകൾ അവിടെ സുജൂദ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു പക്ഷെ നമ്മൾ നൽകുന്ന സമയത്ത് പിശാച് നമ്മളെ പിന്തിരിപ്പിക്കും. അശ്ശൈത്താനു യഈദുകുമുൽ ഫഖർ, അത് നിങ്ങൾ നൽകണ്ട, ഇന്ന് നിങ്ങളൊരു 10 രൂപ നൽകിയാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വല്ലാഹു യഈദുകും മഗ്ഫിറത വറഹ്മ വല്ലാഹു യുദാഇഫു ലിമൻ യശാ. ഇഖ്ലാസോട് കൂടിയാണ് നൽകുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നൽകുന്ന ഓരോ സംഭാവനകളും റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നൽകുകയാണെങ്കിൽ യുദാഇഫു ലിമൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇരട്ടിപ്പിച്ച് നൽകുമെന്നുള്ളത്. അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, എനിക്ക് സാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണം. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എത്രയാണ് ഖുർആനിലൂടെ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയ്യതി, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്ന മക്കളായി എന്നെ മാറ്റണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതേപോലെ ജീവിതത്തിന് ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് മറ്റൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പം ഏത് കളറാണ്, ഏത് നിറമാണ് അറക്കുക, അങ്ങനെ പല ചോദ്യങ്ങളും അവർക്ക് തന്നെയാണ് പ്രയാസമുണ്ടായത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന നൽകിയിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ്. അതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മറ്റൊരു ചോദ്യം ഉപ്പാനോട് ചോദിച്ചിട്ടില്ല, പറഞ്ഞത് ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കുമെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ച് ഒന്ന് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് റബ്ബ് പറഞ്ഞതാണോ അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറയുന്നുണ്ട്, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, മക്കത്ത് വെച്ച് പറയുന്നുണ്ട്, ഇബ്രാഹിം ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിക്കൂ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, യാ റബ്ബി
വകൈഫ ഉബ്ലിഗു الناس വസൗതി ലാ യൻഫുദുഹും. എൻ്റെ റബ്ബേ, ഇവിടുന്ന് ഞാൻ വിളിച്ചാൽ ലോകത്തിൻ്റെ പല ദിക്കുകളിലുള്ള ആളുകൾ എങ്ങനെയാണ് അത് കേൾക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നാദി വഅലൈനൽ ബലാഗ്. ഇബ്രാഹിം, താങ്കൾ വിളിക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നും മക്കയിൽ ആളുകൾ ഹജ്ജ് ചെയ്യുന്നതും തവാഫ് ചെയ്യുന്നതും അറഫയിൽ നിൽക്കുന്നതും മിനയിൽ താമസിക്കുന്നതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഉത്തരം നൽകിക്കൊണ്ടാണ് അവരവിടെ ചെല്ലുന്നത്. എങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്തിച്ചു കൊടുത്തത് ആ വിളി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസമാണ് യൗമുൻ നഹർ, ദുൽഹിജ്ജ 10. ഹാജിമാർ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്യുന്ന ഒരു ദിവസമാണ് ദുൽഹിജ്ജ 10 എന്നുള്ളത്. അവർക്ക് തവാഫ് ഉണ്ട്, ഏറുണ്ട്, അതേപോലെ തന്നെ അറവുണ്ട്, മുടി കളയലുണ്ട്. ഇതൊക്കെ ഹാജിമാർ ദുൽഹിജ്ജ 10-നാണ് ചെയ്യുന്നത്. മറ്റുള്ള വിശ്വാസികൾക്ക് അന്ന് പെരുന്നാളും അതേപോലെ തന്നെ അവർക്ക് അറവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്ന്. അതേപോലെ തന്നെ ഒന്നാണ് അറവ്, ബലി അറക്കുന്ന ദിവസം എന്നുള്ളത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 10 നമുക്ക് ഖുതുബ നടത്തി. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന അവ്വല മാ നബ്ദഉ ബിഹി ഫീ യൗമിന ഹാദാ അൻ നുസല്ലി. ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് നമസ്കരിച്ചുകൊണ്ടാണ്. സുമ്മ നർജിഉ ഫനൻഹർ. എന്നിട്ട് മടങ്ങിക്കൊണ്ട് നമ്മൾ അറക്കുകയാണ്. ഫമൻ ഫഅല ദാലിക ഫഖദ് അസാബ സുന്നതന. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന് സുന്നത്ത് ലഭിച്ചു എന്നുള്ളത്. മറിച്ച് വമൻ ദബഹ ഖബല അൻ യുസല്ലി ഫഇന്നമാ ഹുവ ലഹ്മുൻ അജ്ജലഹു ലിഅഹ്ലിഹി ലൈസ മിനൻ നുസ്ഖി ഫീ ഷൈഇൻ. ഇനി ആരെങ്കിലും നമസ്കരിക്കുന്നതിന് മുമ്പാണ് അറുത്തത് എങ്കിൽ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കുകയില്ല. അത് അവൻ വീട്ടുകാർക്ക് അറുത്തു കൊടുത്ത ഒരു ഭക്ഷണം, മാംസം മാത്രമായിട്ട്. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇനി വരാൻ പോകുന്ന 3 ദിവസങ്ങൾ അയ്യാമു തശ്രീഖ്, ആ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? അറുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ. അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത് നല്ലത് ഭക്ഷിക്കുകയും നല്ലത് കുടിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ഇസ്രാഫില്ലാതെ അമിതമാകാതെ ഭക്ഷിക്കുകയും കുടിക്കുന്ന ദിവസമാണ് ഈ 3 ദിവസങ്ങൾ എന്നുള്ളത്. അതേപോലെ തന്നെ ഈ 3 ദിവസങ്ങളിലും തക്ബീറുകൾ നമ്മൾ മറക്കരുത്. ഓരോ നമസ്കാരത്തിന് ശേഷം തക്ബീർ. ദുൽഹിജ്ജ 13 അസർ നമസ്കാരത്തിന് ശേഷം വരെ നമ്മൾ ഓരോ നമസ്കാരത്തിന് ശേഷം തക്ബീറുകൾ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബലികർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകുക. ഇന്നത്തെ ദിവസം ഈ സന്തോഷം നമ്മൾ കുടുംബവുമായി പങ്കുവെക്കുക. അവരെ നമ്മൾ സന്ദർശിക്കുക. രോഗികളായ ധാരാളം ആളുകളുണ്ട്, അവരെ സന്ദർശിക്കുക. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കിടാൻ ആഗ്രഹിച്ച പല ആളുകളും രോഗം ബാധിച്ചുകൊണ്ട് പല ആശുപത്രികളും മറ്റുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര